എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. മൈസൂർ ബോണ്ടയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈസൂർ ബോണ്ട ശരിയാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് പതഞ്ഞ് പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ പൊങ്ങി വന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്കിനി 1/2 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറക്കാത്ത റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. അതിൽ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുത്തപ്പോഴേക്ക് ഇത് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിലെടുത്ത് ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പാകത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. എടുത്തു വച്ചിരുന്ന മുഴുവൻ മൈദയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൽ താഴെ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ പാകത്തിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. കൂട്ടിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം കുറേശ്ശെയായിട്ട് ഓരോ ചെറിയ ബോളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് നന്നായിട്ട് കുറച്ചിടണം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ബോളെല്ലാം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മൈസൂർ ബോണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിലേക്കുള്ള തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.